ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ ഞാൻ വീണ്ടും പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി അടപ്രഥമത്തിൻ്റെ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല കിടിലൻ രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അനബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനത് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. പാലൊന്നും അങ്ങനെ ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തോടു കൂടി തന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ടോട്ടൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. 250 ml ഒരു കപ്പിൽ പഞ്ചസാരയാണ് കേട്ടോ. അത് ഞാൻ 1/4 കപ്പ് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇടവിട്ടുങ്ങാണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നമുക്ക് പകുതി ആയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഒരു പിങ്ക് കളറായി ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാനിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇപ്പുറത്ത് ആ സമയം കൊണ്ട് പാല് നല്ല രീതിയിൽ ഇങ്ങനെ തിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊരു 1/4 കപ്പ് കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കൈ വിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണ്ടിയിട്ട് അത് വറ്റിച്ചെടുക്കാൻ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ പറ്റി പിടിച്ച് കിടക്കുന്നതിൻ്റെ പാട്, അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കരുത് കേട്ടോ. കാരണം അപ്പോൾ പാലിങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ വീണ്ടും ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ ടൈമിൽ ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു മധുരമായിരിക്കും. അപ്പോൾ ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്താൽ നമ്മൾ ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല അടിക്കൊക്കെ അങ്ങനെ കരിയാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതാ ഏകദേശം നല്ല രീതിയിൽ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത പാലിൻ്റെ പകുതിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ അട വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിയിലൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. നമുക്കിനി ഇതൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.